തമന്നയുടെ ഒഡേല 2 വ്യാഴാഴ്ചയാണ് റിലീസ് ചെയ്തത്. 2022-ലെ തെലുങ്ക് ചിത്രമായ ഒഡേല റെയിൽവേ സ്റ്റേഷന്റെ തുടർച്ചയാണ് ഒഡേല 2. ആദ്യ ചിത്രം ഒഡേല റെയിൽവേ സ്റ്റേഷൻ ഒരു മർഡർ മിസ്റ്ററി ചിത്രം ആയിരുന്നെങ്കിൽ ഒഡേല 2 ഒരു ഫാൻസി ഹൊറർ എന്ന ചിത്രം എന്ന നിലയിലായിരിക്കും ഇറങ്ങിയിരിക്കുന്നത്. തമന്ന ഒരു സന്യാസി വേഷത്തിലാണ് ചിത്രത്തിൽ. മെറൂൺ വസ്ത്രം ധരിച്ച് രുദ്രാക്ഷം ധരിച്ച് സന്യാസി വേഷത്തിൽ എത്തിയിരിക്കുന്നു. ഒരു ഡിവൈൻ വേഷത്തിലാണ് താരം സിനിമയിൽ. അതിനാൽ ഗ്ലാമർ റോളിൽ നല്ല താരം എന്ന് വ്യക്തമാക്കുന്നു. ചിത്രം റിലീസിന് മുന്നേ വലിയ പ്രൊമോഷൻ നടത്തിയിരുന്നു. കുംഭമേളയിൽ അടക്കം ചിത്രത്തിന് ടീസർ ലോഞ്ച് നടന്നിരുന്നു. ഇരുണ്ട ശക്തിയിലെ ജനങ്ങൾക്കെതിരെ ആക്രമണം നടത്തുമ്പോൾ ഇത് രക്തച്ചൊരിച്ചിലേക്കും പീഡനത്തിലേക്കും നയിക്കുന്നു എന്നും അതിനെ ഒരു ദിവ്യശക്തി തടയുന്നു എന്നാണ് ചിത്രത്തിലെ കഥാതന്തു. എന്നാൽ ചിത്രം വലിയ അനക്കം തിയേറ്ററിൽ ഉണ്ടാക്കിയിട്ടില്ലെന്നാണ് വിവരം. ആദ്യ ദിനത്തിൽ ചിത്രത്തിന് ആകെ കിട്ടിയത് കളക്ഷൻ വെറും 85 ലക്ഷം രൂപയാണ്. 15.65% മാത്രമാണ് തെലുങ്കിൽ നിന്നിറങ്ങിയ ചിത്രത്തിന്റെ തിയേറ്റർ ഒക്കുപ്പൻസി. സുധില അശോക് തേജ സംവിധാനം ചെയ്യുന്ന ഒഡേല 2 നിർമ്മിക്കുന്നത് മധു ക്രിയേഷനും സമ്പത്ത് നന്ദിതയും വർക്കുമാണ്. തമന്ന ഭട്ടയെ കൂടാതെ വശിഷ്ഠ എം സിൻഹ, കെബൽ പട്ടേൽ, നാഗ മഹേഷ്, വംശി യുവ എന്നിവരും അഭിനയിക്കുന്നു. അതേസമയം സമ്മിശ്ര റിവ്യൂ ആണ് ചിത്രത്തിന് ലഭിക്കുന്നത്. തമന്നയുടെ റോൾ ശക്തമാണെങ്കിലും വളരെ വളരെ വീക്കാണ് ചിത്രം എന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് റിവ്യൂ പറയുന്നത്. 2 സ്റ്റാറാണ് ഇവരുടെ റിവ്യൂവിൽ ചിത്രത്തിന് നൽകിയിരിക്കുന്നത്. ഒഡേല റെയിൽവേ സ്റ്റേഷൻ അതിൻ്റെ കഥയിലും മൂല്യത്തിനും ഒപ്പം ഡയറക്ടർ OTT റിലീസിനും വന്നതിനാൽ ശ്രദ്ധിക്കപ്പെട്ടു. എന്നാൽ ഒഡേല 2 അതിലും ഭംഗിയായ കഥ നൽകിയിരുന്നു. നിർഗവശാൽ സിനിമയുടെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു എന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് റിവ്യൂ പറയുന്നത്.